നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ നടക്കുന്ന ചില കേസന്വേഷണങ്ങളുടെ വിവരങ്ങളൊന്നും പുറത്തേക്ക് വരാറില്ല. ഇക്കഴിഞ്ഞ ആഴ്ച മലപ്പുറം താനൂരിൽ നിന്ന് 2 +2 വിദ്യാർത്ഥിനികളെ മുംബൈയിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവം. വിദ്യാർത്ഥിനികൾ സാഹസിക യാത്രയ്ക്കാണ് പോയത് എന്ന് മലപ്പുറം SP അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അത്ര സാഹസിക യാത്രയൊന്നുമല്ല ഈ പെൺകുട്ടികൾക്കൊപ്പം യാത്ര തിരിച്ച അക്ബർ റഹീം എന്ന യുവാവിനെ ചുറ്റിപ്പറ്റി ചില വിവരങ്ങൾ പുറത്തുവന്നു. ആദ്യഘട്ടത്തിൽ പെൺകുട്ടികളുടെ യാത്രയ്ക്ക് അക്ബർ സഹായിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പോലീസ് വിശദീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് തട്ടിക്കൊണ്ടുപോയതിൻ്റെ സൂത്രധാരൻ അക്ബർ റഹീം തന്നെയാണ് എന്ന് പോലീസിന് വ്യക്തമായി. മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ വാർത്ത നൽകുകയും ചെയ്തു. തുടർന്ന് അക്ബർ റഹീം കസ്റ്റഡിയിലാവുകയും ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അക്ബർ റഹീമിന് മുംബൈയിൽ ചില ബന്ധങ്ങളുണ്ട് എന്ന ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ ചില വാർത്തകളും നിറഞ്ഞു. എന്നാൽ പിന്നീട് അക്ബർ റഹീമിനെ കുറിച്ചുള്ള യാതൊരുവിധ വാർത്തകളും പുറത്തേക്ക് വന്നില്ല. പെൺകുട്ടികളുടെ മുംബൈ യാത്രയ്ക്ക് ശേഷം കൗൺസിലിംഗ് ഒക്കെ നടത്തി കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു എന്ന സാരോപദേശം മാത്രമാണ് പോലീസിൽ നിന്ന് പിന്നെ നമ്മൾ കേട്ടത്. എന്നാൽ ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ മറ്റേതെങ്കിലും മാഫിയ കണ്ണികളുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിച്ചറിയേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനില്ലേ? മുംബൈയിലെ ഒരു ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദീപ് ജി വാര്യർ ഉയർത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഈ ആക്ഷേപങ്ങൾക്ക് പിന്നാലെ ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു. സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നു. ഒടുവിൽ കാണാതായ പെൺകുട്ടികളിൽ ഒരാളുടെ രക്ഷകർത്താവ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും പോലീസിനെ സമീപിച്ചു. ഇപ്പോഴിതാ താനൂർ പോലീസ് സംഘം മുംബൈയിലെത്തിയിരിക്കുന്നു. താനൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ പി സുകേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എ ഷമീർ എന്നിവരാണ് തുടരന്വേഷണത്തിനായി മുംബൈയിലെത്തിയത്. പെൺകുട്ടികളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു. അക്ബർ റഹീമിനെ പലവട്ടം ചോദ്യം ചെയ്തു. എന്നിട്ടും കുട്ടികളുടെ കയ്യിൽ എങ്ങനെ ബ്യൂട്ടി സലൂണിലടക്കം ചെലവഴിക്കാനുള്ള ഇത്രയധികം പണം വന്നു ചേർന്നു എന്ന കാര്യത്തിലടക്കം ചില ദുരൂഹതകൾ നിലനിൽക്കുന്നു. ഈ പെൺകുട്ടികൾ എങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിറങ്ങി നേരെ മലയാളിയുടെ ആ ബ്യൂട്ടി പാർലറിലെത്തി? ഇതിനൊന്നും കൃത്യമായ ഉത്തരം നൽകാൻ ഇതുവരെ പെൺകുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. സലൂൺ നടത്തിപ്പുകാരിൽ നിന്നും മലയാളി കൂട്ടായ്മയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. മറുവശത്ത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേരള പോലീസിൻ്റെ അന്വേഷണ രീതിയെ എടുത്തു കുടയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കാസർഗോഡ് പൈവള്ളികയിൽ നിന്നും കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ടാക്സി ഡ്രൈവറും മരിച്ച സംഭവത്തിൽ അതൊരു തൂങ്ങി മരണമാണ്, ആത്മഹത്യയാണ് എന്ന ആദ്യഘട്ടത്തിൽ പോലീസ് ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇതനുസരിച്ചാണ് മാധ്യമങ്ങളിൽ വാർത്തകൾ നിറഞ്ഞതും. എന്നാൽ ഈ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയത്. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ പോലീസ് എന്നാണ് അന്വേഷണം നടത്തിയത്, സംഭവത്തിൽ പോക്സോ കേസ് ചുമത്തിയ അന്വേഷണം വേഗത്തിൽ നടത്തണമെന്നുമായിരുന്നു കേരള ഹൈക്കോടതി പറഞ്ഞത്. തൂങ്ങിമരണം എന്ന നിലയിൽ കേസ് അന്വേഷിക്കുന്നതിന് പകരം കൊലപാതക സാധ്യത അടക്കം പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഈ സംഭവത്തിൽ തുടക്കത്തിൽ തന്നെ മലയാളി വാർത്ത ഇത്തരം ചില സംശയങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. കേസ് ഡയറിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് ഉത്തരവിട്ടു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ നേരിട്ടെത്തി കേസ് ഡയറി സമർപ്പിക്കുകയും ചെയ്തു. മരിച്ച പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ എന്തുകൊണ്ട് വൈകിയെന്നും ഹൈക്കോടതി ചോദിച്ചു. പെൺകുട്ടിയുടെ ഫോൺ രേഖകൾ എപ്പോഴാണ് പരിശോധിച്ചത് എന്ന ചോദ്യത്തിനും പോലീസ് വീഴ്ചയായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. ഫെബ്രുവരി 12 പുലർച്ചെ കാണാതായ പെൺകുട്ടിക്ക് വേണ്ടി പോലീസ് നായയെ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത് ഫെബ്രുവരി 19 പോലീസ് നായയെ ഉപയോഗിച്ചുള്ള പരിശോധന എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നും ഹൈക്കോടതി ചോദിച്ചു. 10ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെയും ഓട്ടോ ഡ്രൈവറായ 42കാരനെയും വീടിന് തൊട്ടടുത്തുള്ള കാട്ടിൽ ഒരു മരച്ചില്ലയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ഒടുവിൽ പോലീസ് കണ്ടെത്തുന്നത്. കണ്ടെത്തിയ പാടെ ഇതൊരു ആത്മഹത്യ എന്ന നിലയിലാണ് പോലീസ് കേസന്വേഷണവുമായി മുന്നോട്ട് പോയത്. ഈ രീതിയെയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത്. സമാനമായ തലത്തിൽ മുംബൈയിലേക്ക് അക്ബർ റഹീം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവവും അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ വിവാദങ്ങൾ ഉയർന്നതുകൊണ്ട് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന് കൂടുതൽ ശക്തി കൂട്ടി. ഇന്നും നാളെയും മുംബൈയിൽ തുടരാനാണ് പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. 2 ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് തിരിക്കും. മുംബൈയിൽ നിന്ന് ശേഖരിക്കുന്ന മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന അക്ബർ റഹീമിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. ഇപ്പോൾ സ്കൂൾ അധികൃതരും രക്ഷകർത്താക്കളും വിവിധ സംഘടനകളും ഈ സംഭവത്തിൽ ദുരൂഹതയുള്ളതായി ആരോപണമുയർത്തുന്നു.
അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും പരിഗണിച്ചുള്ള സമഗ്ര അന്വേഷണമാണ് നടത്തുന്നതെന്ന് പോലീസ് അന്വേഷണ സംഘം പറയുന്നു. കഴിഞ്ഞ ദിവസം പ്രതി അക്ബർ റഹീമിനെ ലൈംഗികക്ഷമതാ പരിശോധനയ്ക്കും മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയനാക്കി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഫോൺ വഴിയാണ് ഈ പ്രതി പിന്തുടർന്നത്. 4 മാസം മുൻപ് ഇൻസ്റ്റാഗ്രാമിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. പിന്നീട് തുടർച്ചയായി മൊബൈൽ സന്ദേശങ്ങൾ, വാട്സാപ്പ് ചാറ്റുകളായിരുന്നു അധികം. പിന്നീട് പെൺകുട്ടിയുടെ കൂട്ടുകാരിയെയും ഇയാൾ പരിചയപ്പെട്ടു. ഇയാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പെൺകുട്ടികളുടെ മുംബൈ യാത്രയെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഫോൺ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതിന് കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ പോക്സോ വകുപ്പും ഇപ്പോൾ ചുമത്തിയിട്ടുണ്ട്. സ്കൂളിലേക്ക് പരീക്ഷ എഴുതാനായി പോയ പെൺകുട്ടികൾ സ്കൂളിൽ കയറാതെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. അവിടെ നിന്ന് സ്കൂൾ യൂണിഫോമൊക്കെ മാറ്റി മറ്റു വസ്ത്രങ്ങൾ ധരിച്ച് നേരെ ട്രെയിനിൽ കയറി മുംബൈയിലേക്ക്. അക്ബർ റഹീമിൻ്റെ പേര് ആദ്യം റഹീം അസ്ലം എന്നൊക്കെയാണ് വീട്ടുകാർ വിശദീകരിച്ചത്. പോലീസും ഇത്തരത്തിലായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തുകൊണ്ട് അയാളുടെ പേര് തെറ്റായി മാധ്യമങ്ങളിൽ തരുന്നു? റഹീം ഈ പെൺകുട്ടികളുമായി യാത്ര ചെയ്ത വിവരങ്ങളൊക്കെ റഹീമിൻ്റെ വീട്ടുകാർക്ക് അറിവുള്ളതായിരുന്നു. റഹീമിൻ്റെ വീട്ടുകാർ പെൺകുട്ടികളെ സഹായിക്കുക മാത്രമാണ് റഹീം ചെയ്തത്. പെൺകുട്ടികളുടെ യാത്ര നിരുത്സാഹപ്പെടുത്തി തിരികെ കൊണ്ടുവരാൻ അയാൾ ശ്രമിച്ചിരുന്നുവെന്നൊക്കെ വീട്ടുകാർ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു. തുടക്കം മുതൽ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു അക്ബർ റഹീമിൻ്റെ ഈ ഇടപെടലുകൾ. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോയ പെൺകുട്ടികളെ കാണാനില്ല എന്ന് സ്കൂൾ അധികൃതർ വീട്ടുകാരെ അറിയിക്കുന്നത്. തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ടു. CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ തെരച്ചിലിൽ കുട്ടികൾ മുംബൈയിലുണ്ട് എന്ന് മനസ്സിലാക്കി. അവിടെ നിന്ന് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പൂനെക്കടുത്ത് ലോനാവാലയിൽ വെച്ച് പെൺകുട്ടികളെ RPF കണ്ടെടുക്കുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു ആ പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ അവസാനമായി ഓണായത്. തുടർന്ന് പോലീസ് ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. ആദ്യ പരിശോധനയിൽ കോഴിക്കോട് നിന്നാണ് അവർ യാത്ര പുറപ്പെട്ടത് എന്ന് മനസ്സിലാക്കി. കാണാതാകുന്നതിന് മുൻപ് എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡിൽ നിന്ന് 2 പെൺകുട്ടികളുടെയും മൊബൈൽ ഫോണിലേക്ക് തുടർച്ചയായി കോളുകൾ വന്നത് പോലീസ് ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ ആ സിം കാർഡിൻ്റെ നിലവിലെ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയാണ്. ചുരുക്കത്തിൽ യുവാവിൻ്റെ സാന്നിധ്യം ആദ്യം പോലീസ് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇതിനിടയിൽ താനൂരിലെ പെൺകുട്ടികളുടെ തിരോധാനം സംബന്ധിച്ച ഈ സംഭവത്തിൽ സലൂൺ ഉടമയും സന്ദീപ് ജി വാര്യരും തമ്മിൽ വലിയ വാക്പോര്. പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ തനിക്കെതിരെ നടക്കുന്നത് അപവാദ പ്രചരണമെന്നാണ് മുംബൈയിലെ സലൂൺ ഉടമ ലൂസി പറയുന്നത്. സന്ദീപ് ജി വാര്യർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഏറ്റവും ഒടുവിൽ ലൂസി പറയുന്നു. തനിക്കും ഭർത്താവിനുമെതിരെ ഒരുവിധ കേസും ഉണ്ടായിട്ടില്ല, തെളിവ് കാണിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നാണ് ലൂസി. എന്നാൽ മറുവശത്ത് സന്ദീപ് ജി വാര്യർ തൻ്റെ ഫേസ്ബുക്കിലൂടെ ഒട്ടനവധി തെളിവുകളാണ് കേരളത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മാർച്ച് 9-നാണ് സന്ദീപ് ജി വാര്യർ ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത്. മുംബൈയിൽ പെൺകുട്ടികളെ ഉപയോഗിച്ച് മസാജ് പാർലർ നടത്തിയിരുന്ന ശിവസേനക്കാരൻ പ്രിൻസ് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് 24 ചാനലിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ കേസ് കൊടുക്കട്ടെ. മാധ്യമങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരസ്പര വിരുദ്ധമാണ്. ആദ്യം മീഡിയ വണ്ണിനോട് കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ കോൾ വന്നെന്നും താൻ അത് കണ്ടെന്നുമൊക്കെ പറഞ്ഞ പ്രിൻസിൻ്റെ ഭാര്യ പിന്നീട് കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല എന്ന് മറ്റ് ചാനലുകളോട് പറഞ്ഞു. മുംബൈയിലെ ചില സംഘടനാ പ്രവർത്തകർ കുട്ടികൾ അവിടെയുണ്ടോ എന്ന് താഴെ ചെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് നുണയാണ് പ്രിൻസ് പറഞ്ഞത്. ആ സമയത്ത് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് സംഘടനാ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടു. കേസില്ലെന്ന് മാത്രമേ പ്രിൻസ് പറയുന്നുള്ളൂ. അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ടോ എന്ന കാര്യം, അക്കാലത്തത് വാർത്തയായിരുന്നു എന്ന കാര്യം, ഇതിലൊന്നും പ്രിൻസിന് വിശദീകരണമില്ല. മുംബൈയിലെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട സംഗതികളാണ് ഞാൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത്. അതിൽ ഉറച്ചു നിൽക്കുന്നു. ശക്തമായ ആക്ഷേപവും ആരോപണവുമാണ് സന്ദീപ് ജി വാര്യർ ഉയർത്തിയിരിക്കുന്നത്. മതവും ജാതിയുമൊന്നുമല്ല, അതിലപ്പുറം കേരളത്തിലെ 2 +2 വിദ്യാർത്ഥിനികളെ, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ കേസാണിത്. ഇതിനെ ഇത്ര നിസ്സാരവൽക്കരിക്കുന്നതും പോലീസ് ലാഘവത്തോടെ കാണുന്നതും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.